നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണത്തിൽ CMRL സമർപ്പിച്ച ഹർജിയെ ശക്തമായി എതിർക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർണായകമായ തെളിവുകൾ സമാഹരിച്ചിട്ടുണ്ട്. ഈ തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ എത്തിക്കും. ഇഡിക്ക് വേണ്ടി കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകും. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ എത്തിക്കാനുള്ള ഒരു നീക്കം CMRL നടത്തുന്നുണ്ട്. എന്തായാലും നിർണായകമായ നീക്കം CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കോടതിയിൽ നിന്ന് തിരിച്ചടിയാണോ ഉണ്ടാകാൻ പോകുന്നത്, അനുകൂലമായ വിധിയാണോ കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് CMRL കഴിഞ്ഞ ദിവസം ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. എന്തായാലും നിർണായകമായ തെളിവുകൾ ശേഖരിച്ച് അത് മുൻനിർത്തി ഈ ഒരു ഹർജിയെ എതിർക്കുക എന്ന നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേസിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം മുന്നോട്ടുള്ള അന്വേഷണത്തിൽ വളരെ നിർണായകമായി തന്നെ മാറും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡി മരവിപ്പിച്ച സ്വകാര്യ ബാങ്കിലെ അക്കൗണ്ടിന്റെ ഭാഗമായുള്ള ലോക്കർ പരിശോധിക്കും. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ തുടർ നടപടിയുടെ ഭാഗമായി അവരുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വീകരിക്കുന്ന നടപടിയാണിത്. വീണയുടെ ബാങ്ക് അക്കൗണ്ട്, സ്ഥിര നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളുമാണ് ഇഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ ശേഖരിച്ചത്. അത് പരിശോധിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കും. ഈ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വൈകാതെ വീണയ്ക്ക് സമൻസ് നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. വീണയുടെ എക്സാലോജി കമ്പനിയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് CMRL കമ്പനിയായിരുന്നുവെന്ന് SFIO റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൺസൾട്ടന്റ് എന്ന നിലയിലാണ് വീണയ്ക്ക് 2016-17 മുതൽ 2020-21 വരെ CMRL തുക നൽകിയത്. ആ തുക 2 കോടിയോളം രൂപയാണ്. അതും ഒരു കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് മാത്രം. എക്സാലോജിക്കിന് 2017 മുതൽ 2018 വരെയും 2018 മുതൽ 2019 വരെയും ഈ ഒരു സാമ്പത്തിക വർഷത്തിലായി 71 ലക്ഷവും നൽകിയിട്ടുണ്ട്. വീണയും എക്സാലോജിക്കുമായുള്ള കരാറുകൾ CMRLന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറിഞ്ഞുകൊണ്ട് നടന്നതല്ല. വീണയും CMRLുമായി 2017 മാർച്ച് മുതൽ 2020 ജൂൺ വരെ 93 ഇമെയിലുകൾ അയച്ചതിന്റെ ഉള്ളടക്കം പണമിടപാട് സംബന്ധിച്ച ഇൻവോയ്സ് മാത്രമായിരുന്നു. കമ്പനിക്ക് നൽകുന്ന സേവനത്തെക്കുറിച്ച് അതിൽ യാതൊരു പരാമർശവും ഇല്ല. എന്തിന്റെ പേരിൽ ഈ പണം കൈപ്പറ്റി എന്ന ചോദ്യമാണ് ഉത്തരം കിട്ടാതെ ഇപ്പോഴും അവശേഷിക്കുന്നത്. CMRLന്റെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടന്ന 2019 ജനുവരിയോടെ എക്സാലോജിക്കിന്റെ ഇൻവോയ്സുകൾ ഫയലിൽ രേഖപ്പെടുത്തുന്നത് CMRL അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ IT കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണയ്ക്ക് 2020 ഏപ്രിൽ വരെ ഇൻവോയ്സ് അനുസരിച്ച് പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന വരുമാനം നിലച്ച കാരണത്താലാകാം 2021-22 ആയപ്പോഴേക്കും എക്സാലോജിക്ക് വലിയ രീതിയിൽ നഷ്ടത്തിലാവുകയും ചെയ്തു. എന്തായാലും ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ പണം വീണയ്ക്ക് എന്തിന് നൽകി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ്. ആദായ നികുതി വകുപ്പിനും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്. മറ്റ് ഏജൻസികളിൽ നിന്നുൾപ്പെടെ ഇതുവരെ കിട്ടിയ രേഖകളും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തതിനു ശേഷം അതിൽ നിന്നുള്ള വിവരങ്ങളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കുക എന്ന ഘട്ടത്തിലേക്ക് ഇഡി കടക്കുക. CMRLിൽ നിന്ന് വീണയ്ക്കും എക്സാലോജിക്കിനുമായി 1 കോടി രൂപ ലഭിച്ചെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തീരുമാനങ്ങളെടുക്കുന്ന പ്രധാന വ്യക്തിയുടെ മകൾ എന്ന നിലയ്ക്ക് വീണയ്ക്ക് കിട്ടിയ പണമാണെന്ന ആദായ നികുതി വകുപ്പിന്റെ വിലയിരുത്തൽ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ശരിവച്ചിരുന്നു. എന്നാൽ SFIO നടത്തിയ പരിശോധനയിൽ 2 കോടിയുടെ ഇടപാടിന്റെ വിശദാംശങ്ങളാണ് കിട്ടിയതെന്നും എന്തെങ്കിലും സേവനം നൽകിയതിന്റെ തെളിവ് നൽകാൻ വീണയ്ക്ക് സാധിച്ചില്ലെന്നും ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ കിട്ടിയ തുകയുടെ കണക്കുകൾ സംബന്ധിച്ച് വീണയും വിസമ്മതിച്ചിട്ടില്ല. 2.78 കോടിയിൽ 2.07 കോടി വീണയ്ക്കും 71 ലക്ഷം എക്സാലോജിക്കിന് കിട്ടിയെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയും വീണയും പണം തട്ടിപ്പ് നടത്തിയെന്ന് SFIO വിലയിരുത്തിയ പശ്ചാത്തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുള്ള നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് നടത്തുന്നതെന്നും ബാങ്ക് ലോക്കർ മരവിപ്പിച്ചതുൾപ്പെടെ പ്രാഥമിക നടപടികളാണെന്നും ഇഡി വൃത്തങ്ങൾ അറിയിച്ചു. ആദായ നികുതി റിട്ടേണിൽ നിന്ന് വ്യക്തമായത് അനുസരിച്ച് വീണയുടെ മുഖ്യ വരുമാനം CMRL നിന്നുള്ള പണമാണ് എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എക്സാലോജിക്കുമായും വീണയുമായും ഉണ്ടാക്കിയ കരാർ പ്രകാരം
പണം നൽകിയെങ്കിലും സേവനം കിട്ടിയില്ലെന്ന് ശശിധരൻ കർത്തായും CMRലെ ഉന്നത ഉദ്യോഗസ്ഥരും ആദായ നികുതി വകുപ്പിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ജയ് നന്ദകുമാർ, T കിരൺ എന്നിവർ, അതായത് ഇവർ എക്സാലോജിക്കിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവരുടെ മൊഴി ഏറ്റവും നിർണായകമാണ്. എക്സാലോജിക്കും CMRലുമായുള്ള ഇടപാടിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇത് ഉൾപ്പെടെ രേഖകളിലുണ്ടെന്ന് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. എന്തായാലും അനധികൃത ഇടപാട് സംബന്ധിച്ച് CMRL ഉദ്യോഗസ്ഥരുടെ നിർണായക മൊഴിയുണ്ട്. CMRL MD SN ശശിധരൻ കർത്തയുടെ മകൻ ശരൺ കർത്തയുടെയും CMRL ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അന്വേഷണം തടസ്സപ്പെടുത്താൻ CMRL ബോധപൂർവ്വം ശ്രമം നടത്തുന്നുണ്ട് എന്നതടക്കമുള്ള ഒരു ആരോപണം ഒരു വശത്ത് ശക്തമാവുന്നുണ്ട്. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. റെയ്ഡിൽ കിട്ടിയ തെളിവുകളടക്കം സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കും. റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ കോടതിയെ അറിയിക്കുമെന്നും ED ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനിടെ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാനും ED തീരുമാനിച്ചു. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. വീണയ്ക്ക് ED ഉടൻ സമൻസ് അയച്ചേക്കും. അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ഈ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് തരണം. നിങ്ങളോടാണ് ഞാൻ മറുപടി പറഞ്ഞില്ല. മൗനി ബാബയാണ് 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെ ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം. എൻ്റെ മുഖത്താണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാം വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ല ഞാനിപ്പോ വന്നിരിക്കുമല്ലേ. ഇല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നീട് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ.